Illustration 6 ആണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് illustration 6 ആണ് preparation of final accounts with adjustments ആണ്. അപ്പോൾ നമുക്കൊരു ട്രയൽ ബാലൻസ് ആണ് തന്നേക്കുന്നത്. ക്യാപിറ്റൽ, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, ഇൻവെന്ററി ദാറ്റ് ഈസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, വേജസ്, ക്യാരേജ് ഇൻവേർട്സ്, പ്രൊവിഷൻ ഫോർ ബാഡ്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓരോ ഐറ്റവും ട്രേഡിംഗ് അക്കൗണ്ടിൽ കുറേ ഐറ്റംസ് പോവും, P&L അക്കൗണ്ട് കുറേ ഐറ്റംസ് പോവും, ആൻഡ് ബാലൻസ് ഷീറ്റിൽ കുറേ ഐറ്റംസ് പോവും. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്ന പ്രോബ്ലം ചെയ്യുന്നത്. ആദ്യത്തേത് The value of inventory on 31st December 2018 was 1 lakh. അതായത് എന്താണിത്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക്. Depreciation is to be provided on land and building 5%. Land and building 5%, ഫർണിച്ചറിന് 10%, ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ശതമാനമില്ല. കറക്റ്റ് എക്സാക്റ്റ് എമൗണ്ട് പറഞ്ഞേക്കാണ് 50,000. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് 5% ഓഫ് ഡെറ്റേഴ്സിന് 5% പ്രൊവിഷൻ നമ്മൾ കൊടുക്കണം. Wages are outstanding to the extent of 4,000 and salaries to the extent of 3,000. വേജസിനും സാലറിക്കും outstanding ഉണ്ട്. Rent and rates are prepaid to the extent of 1/4 of the amount paid. റെൻറ്റും റേറ്റ്സും അതിൻ്റെ ആക്ച്വൽ എമൗണ്ട് എത്രയാണ് അതിൻ്റെ 1/4 പ്രീപെയ്ഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 1,000. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്നത് 1,000 ആണ്. റെൻറ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 2,000 ഹാവ് ബീൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റെൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക്, പക്ഷേ അത് 2,000 നമുക്ക് അഡ്വാൻസ് ആയിട്ടാണ് കിട്ടിയത്. ഓക്കെ ആണോ? അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പ്രീപെയ്ഡിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞതാണ്. ഇനി ഡയറക്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. ആദ്യം ഏതാ? ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാ? ഓപ്പണിംഗ് സ്റ്റോക്ക് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 1/1/2018 എന്ന് കൊടുത്തിരിക്കുന്നതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. എത്രയാണ്? 60,000. എമൗണ്ട് 60,000. 2 പർച്ചേസ് എത്രയാ? ടു പർച്ചേസ് 5 lakh ആണ് പർച്ചേസ് വരുന്നത്. റിട്ടേൺ ഉണ്ട്, അതുകൊണ്ട് ഇന്നർ കോളത്തിൽ വേണം എഴുതാൻ. ലെസ് പർച്ചേസ് റിട്ടേൺ എത്രയാ? 15,000. ഔട്ടർ കോളത്തിലേക്ക് പർച്ചേസ് വരുന്നത് 4,85,000. ഓക്കെ ആണോ? അടുത്തത് 2 വേജസിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, നമ്മൾ വായിച്ചതാണ്. അപ്പോൾ വേജസിൻ്റെ ആക്ച്വൽ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതുക 50,000. വേജസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തുവാ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ? ആഡ് ചെയ്യണം. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ്? എത്രയാണ്? 4,000. ഔട്ടർ കോളത്തിലേക്ക് 54,000. അടുത്ത എന്താ? ടു കാർട്ടേജിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ടു കാർട്ടേജ് എത്രയാണ്? 5,000. അടുത്തത് ടു ക്യാരിയേജ് ഇൻവേർട്സ് എമൗണ്ട് 10,000. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഇത്രയാണ് ഡെബിറ്റ് സൈഡ് വരുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ സെയിൽസ്. റിട്ടേൺ ഉണ്ട്, അതുകൊണ്ട് ഇന്നർ കോളത്തിൽ സെയിൽസ് കാണിക്കണം. 10 lakh ലെസ് സെയിൽസ് റിട്ടേൺ എത്രയാ? 25,000. ഐറ്റംസ് എല്ലാം ട്രയൽ ബാലൻസിലുണ്ട് കേട്ടോ. ഔട്ടർ കോളം 9,75,000. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന വേറൊരു ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അഡ്ജസ്റ്റ്മെൻറ്റിൽ ആദ്യത്തെ ഐറ്റമായിട്ട് പറയുന്നുണ്ട്. എത്രയാ ക്ലോസിംഗ് സ്റ്റോക്ക്? 1 lakh. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. ഹയസ്റ്റ് ടോട്ടൽ വരുന്നത് ക്രെഡിറ്റ് സൈഡാണ്. ദാറ്റ് ഈസ് 10,75,000. 10,75,000. ഇവിടെയാണ് കുറവ് വരുന്നത്. അവിടെ നമ്മൾ എഴുതും ടു ഗ്രോസ് പ്രോഫിറ്റ് ബ്രാക്കറ്റിൽ ട്രാൻസ്ഫർ ടു P&L അക്കൗണ്ട്. എത്രയാണ് ഡിഫറൻസ് വരുന്നത്? 3,07,000. ഇതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ഇൻഡിവിജ്വലായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രോബ്ലംസ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ബാലൻസ് ചെയ്യുന്ന നോക്കി അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രേഡിംഗ് അക്കൗണ്ട് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഇത് 3,07,000. ഓക്കെ. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഇവിടാണ് നമുക്ക് ക്യാരി ഡൗൺ വന്നത് അല്ലേ? അപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യും? ബ്രോ ഡൗൺ ചെയ്യും. ഇത് ഇവിടെ തൊട്ട് നമ്മൾ P&L അക്കൗണ്ടാണ്. അതാ നോക്കിക്കേ. ബൈ ഗ്രോസ് പ്രോഫിറ്റ്
ബ്രോ ഡൗൺ. ഇവിടെ ക്യാരി ഡൗൺ ആണ്, ഇവിടെ ബ്രോ ഡൗൺ ആണ്. എത്രയാ ഗ്രോസ് പ്രോഫിറ്റ്? 3,07,000. ഓക്കെ ആണോ? ഇനി പി ആൻഡ് എൽ അക്കൗണ്ട് വരുന്ന ഓരോ ഐറ്റംസ് ആയിട്ട് ഫില്ല് ചെയ്ത് പോവാം. പി ആൻഡ് എൽ അക്കൗണ്ടിൽ വരുന്നത് ക്യാരിയേജ് ഔട്ട്വേർഡ്സ്, ടു ക്യാരിയേജ് ഔട്ട്വേർഡ്സ്. എത്രയാ ക്യാരിയേജ് ഔട്ട്വേർഡ്സ്? 5,000. ദെൻ ടു ജനറൽ എക്സ്പെൻസ്, ഓർഡർ ഒന്നുമില്ല കേട്ടോ. ടു ജനറൽ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആദ്യം അവസാനം ഒക്കെ എഴുതാം. ടു ജനറൽ എക്സ്പെൻസ് 20,000. ബാക്കി ചെയ്യാം. അടുത്തത് ടു സാലറീസ്. സാലറീസ് ഔട്ടർ കോളത്തിൽ എഴുതാവുള്ളൂ, കാരണം സാലറിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്തുവാ സാലറിയുടെ അഡ്ജസ്റ്റ്മെന്റ്? ഔട്ട്സ്റ്റാൻഡിങ്. ടു സാലറീസ് ഇന്നർ കോളം 40,000. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഹൗ മച്ച്? എത്ര ഔട്ട്സ്റ്റാൻഡിങ് സാലറി? 3,000. ഔട്ടർ കോളത്തിലേക്ക് 4,300. ഓക്കെ ആണോ? അടുത്ത് റെന്റ് ആൻഡ് റേറ്റ്സ്. റെന്റ് ആൻഡ് റേറ്റ്സിന് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. 10,000 ഇന്നർ കോളം. റെന്റ് ആൻഡ് റേറ്റ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താ? പ്രീപെയ്ഡ് ആണ്. അപ്പോൾ അതാ നോക്കിക്കേ, റെന്റ് ആൻഡ് റേറ്റ്സ് ആർ പ്രീപെയ്ഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 1/4 ഓഫ് ദി എമൗണ്ട് പെയ്ഡ്. അപ്പോൾ അതാ നോക്കിക്കേ, ലെസ് പ്രീപെയ്ഡിന്റെ ട്രീറ്റ്മെന്റ് എന്താ? ലെസ് ചെയ്യാണ്. ലെസ് പ്രീപെയ്ഡ് റെന്റ്. ബ്രാക്കറ്റിൽ അതിന്റെ കാൽക്കുലേഷൻ നോക്കിക്കോ. 10,000, അതായത് 10,000 അല്ലേ അതിന്റെ ആക്ച്വൽ എമൗണ്ട് എന്ന് പറഞ്ഞത്. സോ 10,000 ഇൻറ്റു എത്ര വരെയാണ് നമ്മൾ പ്രീപേ ചെയ്തേക്കുന്നത്? 1/4 അല്ലേ. അപ്പം 10,000 ഇൻറ്റു ലെസ് പ്രീപെയ്ഡ് 10,000 ഇൻറ്റു 1/4. 10,000 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ എത്രയാണ് പ്രീപെയ്ഡ് വരുന്നത്? 2,500. 10,000 മൈനസ് 2,500, 7,500 ഔട്ടർ കോളത്തിലേക്ക്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെന്റിന്റെ 1/4 ആണ് പ്രീപേ ചെയ്ത്, അപ്പം പ്രീപേ ചെയ്തേക്കുന്നത്. അപ്പോൾ 10,000 ആക്ച്വൽ എമൗണ്ട് ഇൻറ്റു 1/4, 2,500 ലെസ് ചെയ്യണം. അടുത്ത ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസ് ആണ്. ടു ഡിസ്കൗണ്ട് അലൗഡ് എത്ര എമൗണ്ട്? എത്രയാ? 4,500. അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. അടുത്ത് ശ്രദ്ധിച്ചേ, ടു ബാഡ് ഡെറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഇന്നർ കോളത്തിൽ വേണം എമൗണ്ട് കാണിക്കാൻ 5,000. ബാഡ് ഡെറ്റിനെ കുറിച്ച് എന്താ പറയുന്നത്? നമുക്ക് ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസ് ഒന്ന് എടുത്ത എല്ലാവരും. ട്രയൽ ബാലൻസിൽ ബാഡ് ഡെറ്റ് തന്നിരിക്കുന്ന എത്ര? 5,000. എത്രയാണ് ട്രയൽ ബാലൻസിൽ ബാഡ് ഡെറ്റ് തന്നിരിക്കുന്നത്? 5,000. ട്രയൽ ബാലൻസിൽ തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ട് 7,000. എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്? 7,000. അതുകൂടാതെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് 5% ഓൺ ഡെറ്റേഴ്സ്. അങ്ങനെ 3 സ്ഥലങ്ങളിലാണ് ഡെറ്റേഴ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെന്റ് നോക്കിക്കോ. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ടു ബാഡ് ഡെറ്റ് ആദ്യം ഇന്നർ കോളത്തിൽ ബാഡ് ഡെറ്റിന്റെ എമൗണ്ട് എഴുതുക 5,000. എന്നിട്ട് ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യണം. ലെസ് ഓൾഡ് പ്രൊവിഷൻ. അപ്പോൾ ഓൾഡ് പ്രൊവിഷൻ ബാഡ് ഡെറ്റിന്റെ ഓൾഡ് പ്രൊവിഷൻ എത്രയാണെന്ന് ക്വസ്റ്റിനകത്ത് നോക്കിക്കേ. ഓൾഡ് പ്രൊവിഷൻ സോറി ഹയസ്റ്റ് എമൗണ്ട് അല്ലേ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയേ. ടു ബാഡ് ഡെറ്റ് 5,000. അതിൻ്റെ കൂട്ടത്തിൽ ആദ്യമേ ആഡ് ന്യൂ പ്രൊവിഷൻ. അപ്പോൾ ന്യൂ പ്രൊവിഷനെ പറ്റി എവിടാ പറയുന്നത്? അഡ്ജസ്റ്റ്മെന്റിലാ പറയുന്നത്. എന്തുവാ പറയുന്നത്? ന്യൂ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഡെറ്റേഴ്സിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? പ്രൊവിഷൻ ഫോർ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് 5% ഓൺ ഡെറ്റേഴ്സ്. അപ്പോൾ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ട്രയൽ ബാലൻസ് നോക്കി കണ്ടുപിടിച്ചേ. ഡെറ്റേഴ്സ് 1,50,000 ആണ്. അപ്പോൾ 1,50,000ന്റെ 5% നമ്മൾ കണ്ടുപിടിക്കും. 5% അല്ലേ? 1 lakh. ഇപ്പം നോക്കിയേ, ആഡ് ന്യൂ പ്രൊവിഷൻ ബ്രാക്കറ്റിൽ 1,50,000 ഇൻറ്റു 5/100. 1,50,000 ഇൻറ്റു 5/100 എത്രയാണ് ന്യൂ പ്രൊവിഷൻ? 7,500 ആണ് ന്യൂ പ്രൊവിഷൻ. ഇനി എന്ത് ചെയ്യണം? ലെസ് ഓൾഡ് പ്രൊവിഷൻ. ട്രയൽ ബാലൻസിനകത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എത്രയാ ഓൾഡ് പ്രൊവിഷൻ? എത്രയാ? 7,000. To bad at 5,000, add new provision 7,500, less old provision 7,000. എത്രയാ വരുന്ന ഔട്ടർ കോളം? 5,500. ബാഡ് ഡെറ്റിന്റെ എമൗണ്ട് 5,500. ഹോപ്പ് യു ആർ ക്ലിയർ.
അടുത്തത് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ്. ഇവിടെ ഡിപ്രീസിയേഷൻ കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ഡിപ്രീസിയേഷൻ ഞാനൊരു ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തേക്കാം, നിർബന്ധമില്ല കേട്ടോ. ആദ്യത്തെ ഡിപ്രീസിയേഷൻ എന്തോത്തിനാണ് കൊടുക്കേണ്ടത്? പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇതാ നോക്കിക്കേ, പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എത്ര ശതമാനമാണ് ഡിപ്രീസിയേഷൻ? പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 10%. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നേക്കാണ് 50,000. ഓക്കെ, അടുത്ത ഡിപ്രീസിയേഷനുള്ള രണ്ടാമത്തെ ഐറ്റം എന്താണ്? ആൻഡ് ബിൽഡിംഗ്. എത്രയാണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജ്? ഡിപ്രീസിയേഷൻ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് 5%. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ആക്ച്വൽ എമൗണ്ട് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 4 lakh. ഇതാ കാൽക്കുലേഷൻ നോക്കിക്കേ, 4 lakh ഇൻറ്റു 5/100. എത്ര വരും? 4 lakh ഇൻറ്റു 5/100 20,000. ഓക്കെ ആണോ? അടുത്തത് മൂന്നാമത്തെ ഐറ്റം ആണ് ഫർണിച്ചർ. ഡിപ്രീസിയേഷനുള്ള അടുത്തായിട്ട് ഫർണിച്ചർ. അപ്പോൾ ഫർണിച്ചറിൻ്റെ എത്ര ശതമാനമാണ്? ഫർണിച്ചറിന് 10%. അപ്പോൾ ഫർണിച്ചറിൻ്റെ ആക്ച്വൽ വാല്യൂ ട്രയൽ ബാലൻസ് നോക്കിക്കേ 1 lakh ആണ്. 1 lakh ഇൻറ്റു 10/100 എന്ന് പറയുമ്പം 10,000. ഓക്കെ ആണോ? അപ്പോൾ ഡിപ്രീസിയേഷൻ എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. എത്രയാ? ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാ? 500 ആണ്. വേറെ ഏതെങ്കിലും ഐറ്റംസ് എടുക്കാതെ വിട്ടിട്ടുണ്ടോ? ഇല്ല, നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് അലൗഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരാം? ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പറയുന്നുണ്ട് റെൻറ്റ് റിസീവ്ഡ്. റെൻറ്റ് നമുക്ക് ഇൻകം ആയിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡ്. ഇതാ നോക്കിക്കേ, ബൈ റെൻറ്റ്. റെൻറ്റിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഇന്നർ കോളത്തിൽ കാണിക്കണം 8,000. എന്തുവാ റെൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്? റെൻറ്റിൻ്റെയും റേറ്റ്സും റെൻറ്റ് ആൻഡ് റേറ്റ്സ് ആർ പ്രീപെയ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 1/4 ഓഫ് ദി എമൗണ്ട് പെയ്ഡ്. അതായത് ഇവിടെയും പ്രീപെയ്ഡ് ആണ്, ലെസ് പ്രീപെയ്ഡ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 8,000 ഇൻറ്റു 1/4 എത്ര വരും? 2,000. അപ്പോൾ ഔട്ടർ കോളത്തിലേക്ക് 8,000 മൈനസ് 2,000 6,000. ഓക്കെ ആണോ? അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് രണ്ടും ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇന്നർ കോളത്തിൽ 5,000 കാണിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കിക്കേ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. ആക്ച്വലി അത് അക്രൂഡ് ആണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ പലയിടത്തും ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ്, പക്ഷേ അത് മിസ്റ്റേക്കാണ്. ഇൻകം ഒരിക്കലും ഔട്ട്സ്റ്റാൻഡിങ് ആവത്തില്ല, ഇൻകം അക്രൂഡേ ആവത്തുള്ളൂ. എനിവേ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാ? 1,000. ഇതാ നോക്കിക്കോ, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് തെറ്റാണ്. പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഹയസ്റ്റ് ടോട്ടൽ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. 4,37,000. 4,37,000. അപ്പോൾ ഇവിടെയാണ് കുറവ്. നമ്മളിവിടെ എന്തെഴുതും? ടു നെറ്റ് പ്രോഫിറ്റ്. ഇങ്ങോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്? 3,07,000. 3,07,000. ഇതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു, പി ആൻഡ് എൽ അക്കൗണ്ട് കഴിഞ്ഞു. അടുത്ത എന്താണ്? ബാലൻസ് ഷീറ്റ്. നമുക്ക് വരയ്ക്കാം ബാലൻസ് ഷീറ്റ്. ഇതാ നോക്കിയേ, ബാലൻസ് ഷീറ്റിൽ ഇത് ലൈബിലിറ്റി സൈഡ്, ഇത് അസറ്റ് സൈഡ്. ഞാൻ ലൈബിലിറ്റി സൈഡ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ലൈബിലിറ്റി സൈഡിൽ ആദ്യത്തെ ഐറ്റം ക്യാപിറ്റൽ. നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 lakh ആണ്. ഇന്നർ കോളത്തിൽ കാണിക്കണം, കാരണം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. ക്യാപിറ്റലിലൂടെ എന്ത് ആഡ് ചെയ്യണം? ആഡ് നെറ്റ് പ്രോഫിറ്റ്. എത്രയാ? 3,07,000. ഓക്കെ ആണോ? അപ്പോൾ ഔട്ടർ കോളത്തിലേക്ക് 8,07,000 വരും. ക്യാപിറ്റൽ 5 lakh, ആഡ് എന്താണ്? നെറ്റ് പ്രോഫിറ്റ്. ദെൻ ലോങ് ടേം ലയബിലിറ്റീസിനകത്ത് അത് ഹെഡിങ് ആണ്. ലോങ് ടേം ലയബിലിറ്റീസിനകത്ത് ഏതാ വരുന്നത്? നമുക്കൊരു ലോൺ ഉണ്ട്. എത്ര രൂപയുടെ ലോണാണ്? 2,60,000. ഇനി കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ് നമുക്കുള്ളത്? ക്രെഡിറ്റേഴ്സ് എമൗണ്ട് എത്രയാ? 70,000. അക്സെപ്റ്റൻസ്, ഇതെല്ലാം ട്രയൽ ബാലൻസിൽ കിടപ്പുണ്ട് കേട്ടോ. അക്സെപ്റ്റൻസ് 10,000. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്
എത്രയാ 10,000. വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച 2 എഫക്റ്റ് ഉണ്ട്. ഒന്ന് പി ആൻഡ് എൽ അക്കൗണ്ടിലും രണ്ടാമത്തേത് ബാലൻസ് ഷീറ്റിലും. അസറ്റ്സ് ലയബിലിറ്റീസ്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് അത് മാത്രമേ എഴുതാവുള്ളൂ, 4,000. ദെൻ സാലറീസും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ് 3,000. റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റെൻറ്റ് റിസീവ്ഡ് അഡ്വാൻസ് എത്രയാ 2,000. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ലയബിലിറ്റി സൈഡിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡിൽ ആദ്യം നമ്മൾ എഴുതുന്നത് ഗുഡ് വിൽ എത്രയാണ്? ഗുഡ് വിൽ 60,000. അതിനുശേഷം വേണം ഫിക്സഡ് അസറ്റ്സ് കാണിക്കാനായിട്ട്. ഫിക്സഡ് അസറ്റ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. ആദ്യത്തത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ആക്ച്വൽ വാല്യൂ ഇന്നർ കോളത്തിൽ കാണിച്ച എത്രയാണ്? 40,000. കാരണം അതിന് ഡിപ്രീസിയേഷൻ ഉണ്ട്. ലെസ് ഡിപ്രീസിയേഷൻ. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ പി ആൻഡ് എൽ അക്കൗണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 20,000 ആണ്. 4 lakh minus 20,000, 3 lakh 80,000 ഔട്ടർ കോളത്തിലേക്ക്. ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് വേണേ കാണിക്കാൻ. അടുത്ത ഫിക്സഡ് അസറ്റ് ഏതാ? പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇന്നർ കോളം എത്രയാ? പ്ലാന്റ് ആൻഡ് മെഷീനറി 3 lakh. അതിനും ഇതുപോലെ ഡിപ്രീസിയേഷൻ ഉണ്ട്. ലെസ് ഡിപ്രീസിയേഷൻ. പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേഷൻ എത്ര? 50,000 ആണ്. ഔട്ടർ കോളം 2,50,000. അടുത്ത ഫിക്സഡ് അസറ്റ് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ എമൗണ്ട് എത്രയാണ്? 1 lakh ആണ്. ലെസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എത്രയാ? 10,000. സോ 1,90,000 1 lakh അല്ല, വെറും 90,000 ഔട്ടർ കോളത്തിലേക്ക്. അപ്പോൾ ഫിക്സഡ് അസറ്റ്സുകളും അതിൻ്റെ ഡിപ്രീസിയേഷനും എല്ലാം നമ്മൾ എഴുതി. അടുത്തത് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റുകളെല്ലാം എഴുതാൻ പോകണം. ആദ്യത്തെ ഐറ്റം ക്യാഷ് എത്രയാ? 50,000. അടുത്തത് ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇന്നർ കോളത്തിൽ വേണം കാണിക്കാൻ. ഡെറ്റേഴ്സിൻ്റെ ആക്ച്വൽ എമൗണ്ട് എത്രയാണ്? ഡെറ്റേഴ്സ് 1,50,000. അതിനകത്തുനിന്ന് എന്ത് ലെസ് ചെയ്യണം? ന്യൂ പ്രൊവിഷൻ. എന്താണ്? ന്യൂ പ്രൊവിഷൻ. ഡെറ്റേഴ്സിൻ്റെ ക്ലാസ് കേൾക്കാത്തവർ കേട്ടിട്ടേ ഇരിക്കാവുള്ളൂ. ന്യൂ പ്രൊവിഷൻ എത്രയാ? 7,500. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 1,42,500 വരും. ദെൻ ബിൽസ് റിസീവബിൾ എത്രയാ? 40,000. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ? ക്ലോസിംഗ് സ്റ്റോക്ക് 1 lakh. പ്രീപെയ്ഡ് റെൻറ്റ് എത്രയാ? റെൻറ്റ് പ്രീപെയ്ഡ് ചെയ്ത് എത്രയാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. റെൻറ്റ് 2,000 ആണ്. അപ്പം 2,000. പ്രീപെയ്ഡ് റെൻറ്റ് ആൻഡ് റേറ്റ്സ് എത്രയാ? 2,500. അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് അക്രൂഡ് ആണ് ആക്ച്വലി. അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അക്രൂഡ് ആയത് അത് മാത്രമേ എഴുതാവുള്ളൂ, 1,000. അങ്ങനെ ബാലൻസ് ഷീറ്റിലെ എല്ലാ ഐറ്റംസും ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പം ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. എത്രയാണ് ഇപ്പോൾ ഇവിടെ ടോട്ടൽ വരുന്നത്? 11,66,000. 11,66,000. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇല്ലുസ്ട്രേഷൻ 8 ആണ് കേട്ടോ. ഇല്ലുസ്ട്രേഷൻ 8. ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ഓഫ് ഗുപ്ത ആൻഡ് സൺസ് prepare trading and profit and loss account for the year ended 31st March 2018 and the balance sheet as on that date. ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ട്. ഐറ്റംസ് ഒക്കെ നോക്കാം. ക്യാപിറ്റൽ, സെയിൽസ് റിട്ടേൺ, പർച്ചേസ്. ആദ്യം ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യുക? ഏതൊക്കെ എവിടെയൊക്കെയാണ് വരുന്നതെന്നൊന്ന് മനസ്സിലാക്കുക. ക്യാപിറ്റൽ എവിടെയാ? ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്. സെയിൽസ് എവിടെയാ? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. സെയിൽസ് റിട്ടേൺ സെയിൽസിനകത്തുനിന്ന് ലെസ് ചെയ്യണം. പർച്ചേസ് എവിടെ? പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്യണം. ഇൻവെൻട്രി ഓൺ 1/1/2018 അതെന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ലാൻഡ് ആൻഡ് പൈലിംഗ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ഫർണിച്ചർ അസറ്റ് ആണ്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ക്യാരേജ് ഇൻവേർഡ്സ് രണ്ട് രീതി വരാം. ക്യാരേജ് ഇൻവേർഡ്സും വരാം, ക്യാരേജ് ഔട്ട്വേർഡ്സും വരാം.
ക്യാരേജ് ഇൻവേർഡ്സ് ആണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ആണ്. എന്നാൽ ക്യാരേജ് ഔട്ട്വേർഡ്സ് ആണെങ്കിൽ അത് P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും. മാറിപ്പോവല്ലേ. കാർട്ടേജ് എക്സ്പെൻസ് ആണ്. എന്താണ് കാർട്ടേജ്? എന്ത് എക്സ്പെൻസ് ആണ്? നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് P&L അക്കൗണ്ട്. ലോൺ ലൈബിലിറ്റി ആണ്, ലൈബിലിറ്റി സൈഡ്. ഡെറ്റേഴ്സ് അസറ്റ്, ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി. ബിൽസ് റിസീവബിൾ അസറ്റ്. അക്സെപ്റ്റൻസ്, ജസ്റ്റ് അക്സെപ്റ്റൻസ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ ബിൽസ്, അതായത് ബിൽസ് റിസീവബിളിൻ്റെ ആ ഒരു മീനിങ് ഇല്ലേ, അല്ല, അതായത് ബിൽസ് പേയബിളിൻ്റെ മീനിങ് ഇല്ലേ, അതായത് നമുക്ക് തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് ബിൽസ് പേയബിൾ. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങളൊന്ന് കാണിച്ചു, അതായത് അക്സെപ്റ്റൻസിൻ്റെ ബ്രാക്കറ്റിൽ ബിൽസ് പേയബിൾ എന്ന് കാണിച്ചു വേണം, അത് നമ്മുടെ ലൈബിലിറ്റിയാണ്. ജനറൽ എക്സ്പെൻസ് P&L അക്കൗണ്ട് ഡെബിറ്റ്. റെൻറ്റ് ആൻഡ് ടാക്സസ് P&L അക്കൗണ്ട് ഡെബിറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ആണ്, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലൈബിലിറ്റി ആണ്. ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസ് ആണ് P&L അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്താണ്? നമുക്കത് എന്താണ്? എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ P&L അക്കൗണ്ടിൽ. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡയറക്റ്റ് ഇൻകം ആണ് P&L അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലൈബിലിറ്റി ആണ്. അത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്. ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുമല്ലേ. ഗുഡ് വിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ബാഡ് ഡെറ്റ് നമുക്ക് എക്സ്പെൻസ് ആണ് P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ഇത്രയാണ്. അപ്പോൾ അത് ആ ട്രേഡിംഗ് അക്കൗണ്ട് നോക്കിക്കേ. സൊല്യൂഷനകത്ത് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000, പർച്ചേസ് ലെസ് പർച്ചേസ് റിട്ടേൺ 4,85,000, വേജസ് 50,000, ക്യാരേജ് ഇൻവേർഡ്സ്, കാർട്ടേജ്, ഇതെല്ലാം ഡെബിറ്റ് സൈഡിലുണ്ട്. ക്രെഡിറ്റിൽ സെയിൽസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്തിട്ടുണ്ട്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്കും. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് വരുന്നത് 4,65,000 ആണ്. ഓക്കെ ആണല്ലോ. ട്രേഡിംഗ് അക്കൗണ്ട് മനസ്സിലാത്തവർ വീഡിയോ ഒന്നുകൂടെ പുറത്ത് പോയി കണ്ടിട്ട് വന്ന് ക്ലാസ് കേൾക്കുക കേട്ടോ. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. ഡെബിറ്റ് സൈഡിൽ P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ക്യാരേജ് ഔട്ട്വേർഡ് സാലറീസ്, ജനറൽ എക്സ്പെൻസ്, റെൻറ്റ് ആൻഡ് റേറ്റ്സ്, ഡിസ്കൗണ്ട്, ബാഡ് ഡെറ്റ്, ഡിപ്രീസിയേഷൻ. ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം വരുന്നുണ്ട്. ഡെബിറ്റ് സൈഡിൽ പിന്നെയും ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ വന്നേക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് വരുന്നത് 3,35,000 ആണ്. നെറ്റ് പ്രോഫിറ്റ് 3,35,000. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ എത്രയാണ്? ക്യാപിറ്റലിൻ്റെ ബാലൻസ് എത്രയാ? 5 lakh. ഇനി അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ആഡ് ചെയ്യണം? നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. എത്രയാ? 3,35,000. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ വാല്യൂ എത്രയായിട്ട് വരും? 8,35,000. ഓക്കെ ആണോ? ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ്. ദെൻ ലൈബിലിറ്റി ആയിട്ട് നമുക്ക് എന്തുണ്ട്? ലോൺ ഉണ്ട്. ഫിക്സഡ് ലൈബിലിറ്റി ആണ് 2,60,000. ദെൻ അക്സെപ്റ്റൻസ് ബ്രാക്കറ്റിൽ ബിൽസ് പേയബിൾ എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. എമൗണ്ട് എത്രയാണ് വരുന്നത്? അക്സെപ്റ്റൻസ് വരുന്നത് 10,000 ആണ്. ദെൻ ക്രെഡിറ്റേഴ്സ് വരുന്നത് 85,000 ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് OD എന്നാണ് എഴുതുന്നത്, ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നേ ഉള്ളൂ, നിങ്ങൾക്കത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇത്രയാണ് മാക്സിമം നമ്മുടെ ലൈബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റംസ്. അതെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡിൽ ആദ്യം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് ഗുഡ് വിൽ ഉണ്ട് 60,000. ദെൻ ഫിക്സഡ് അസറ്റുകൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാ? 40,000. പ്ലാന്റ് ആൻഡ് മെഷീനറി, ഞാൻ ഇതിൻ്റെ എല്ലാം ഷോർട്ട് ഫോം ആണ്, നിങ്ങൾ അങ്ങനെ എഴുതരുത്, 2,50,000. ഫർണിച്ചർ എത്രയാ? 1 lakh. ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാ? 50,000. ഇൻവെൻ്ററി എന്ന് വെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ വേറൊരു പേരാണ് ഇൻവെൻ്ററി. അപ്പം ഇത് ക്ലോസിംഗ് ആണ്, ക്ലോസിംഗ് ഇൻവെൻ്ററി ആണ്. എത്രയാ? അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 1 lakh. ഡെറ്റേഴ്സ് അസറ്റ് ആണ് 1,50,000. ബിൽസ് റിസീവബിൾസ് 40,000. ക്യാഷ് ഇൻ ഹാൻഡ് 50,000. അപ്പോൾ ലൈബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? അത് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 12 lakh ആണ്. അസറ്റ് സൈഡിൻ്റെ ടോട്ടലും 12 lakh വരും, ലൈബിലിറ്റി സൈഡിൻ്റെ ടോട്ടലും
12 lakh വരും. ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കണം. ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ, അതായത് ബാലൻസ് ഷീറ്റ് ടോട്ടൽ ആയില്ലെങ്കിൽ അസറ്റ് സൈഡും ലൈബിലിറ്റി സൈഡും കൂടെ വരുമ്പോൾ ടോട്ടൽ ആയില്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ഇലിസ്ട്രേഷനകത്ത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ്സിൻ്റെ ടോട്ടൽ എത്രയായിട്ട്, അസറ്റ്സ് ലൈബിലിറ്റീസ് എത്രയായിട്ട് വരും? 1,20,000 ആയിട്ട് വരും. ഓക്കെ ആണോ? ഹോപ്പ് യു ആർ ക്ലിയർ. താങ്ക് യു.